ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിടലും പ്രമോണ് വന്നിട്ടുള്ളത്. അതായത് ആ രാത്രിയില് അവരൊറ്റയ്ക്കാണ്. പക്ഷെ അവർക്കിടയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ വിക്രവും വേദയും കൂടെ എന്തോ പറഞ്ഞ് അടിപിടി കൂടുന്നുണ്ട്. വേദ കളിയാക്കാണെന്ന് തോന്നുന്നു. വിക്രം ഒലക്ക പോലത്തെ എന്തോ ഒരെണ്ണെടുത്ത് എന്ന് വിളിച്ച് അടിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ ഹാളിലെത്തുമ്പോ വേദയുടെ കാല് സ്ലിപ്പാവുന്നെന്ന് തോന്നുന്നു. വിക്രം പിന്നീട് വേദയെ കോരിയെടുക്കാണ്. അങ്ങനെ കോരിയെടുത്ത് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും വീട്ടിലേക്ക് എല്ലാവരും തിരികെ വരുന്നത്. വീട് അടച്ചിട്ട് ഇത് കാണുമ്പോ അവരൊക്കെ എവിടെ പോയതാണെന്നാണ് ഇവര് കരുതുന്നത്. വിക്രവും വേദയും അകത്തുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ മാഷ കയ്യിലുള്ള കീ വെച്ച് തുറക്കുമ്പോ കാണുന്ന കാഴ്ച വിക്രം വേദയെ എടുത്തു നിൽക്കുന്നതാണ്. ഇത് കാണുമ്പോ എല്ലാവരും ഞെട്ടും. ശ്രീചേർത്തിക്കും വിശ്വട്ടനും വിനയനും ഇങ്ങനെ നാണത്തിൽ ചിരിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും പരസ്പരം നാണത്തോടു കൂടി നോക്കുക. അച്ഛന്റെ മുഖത്ത് ഗൗരവം തന്നെ. അച്ഛനും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാണ്ടാണ് ഇവരിങ്ങനെ നോക്കുന്നത്. വേദ എനിക്ക് വേദനിച്ച് കയറിയാണ്. ഇവരെ കാണുമ്പോ വിക്രവും വേദയും ആകെ ചമ്മുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാ. നന്ദിനിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നന്ദിനി പറയും, ഞങ്ങള് കാണുമ്പോ നിങ്ങൾ കീരിയും പാമ്പും, ഞങ്ങളില്ലാത്തപ്പോ ഭയങ്കര റൊമാൻസും അല്ലേ? വേദ പറയും, അതെ, ഇന്നലെ നിങ്ങൾ പോയപ്പോ മുതലേ റൊമാൻറ്റിക് ആയിരുന്നു. അതങ്ങ് ഓപ്പണായി പറയുമ്പോ അയ്യേ എന്ന് പറഞ്ഞ് നാണത്തോടു കൂടി നന്ദിനി നടന്നു പോവാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനി ഈ വിവരങ്ങളെല്ലാം അപ്പൊ തന്നെ രാധയെ വിളിച്ച് പറയുന്നുണ്ട്. രാധയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് സങ്കടവും ഇത് കേട്ടിട്ട് സഹിക്കാനും പറ്റാതെ ഇങ്ങനെ ഇരിക്കുക. കൺമുന്നിൽ ഇപ്പൊ ഇങ്ങനെയാണെങ്കിലേ ഇന്നലത്തെ പൂരം എന്തായിരിക്കും എന്ന് പറയുമ്പോ രാധ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. വിക്രം വേദയുടെ പിന്നാലെ പോകുന്നതും വേദയെ കെട്ടിപ്പിടിക്കുന്നതും വേദയുടെ പിന്നാലെ ഓടി റൂമില് ഒരു കട്ടിലിൽ കിടക്കുന്നതൊക്കെ രാധ ആലോചിച്ച് കൂട്ടാണ്. ശേഷം പിന്നീട് വിക്രത്തെ കാണുമ്പോ വിക്രമിനോട് ചോദിക്കും. അപ്പൊ വിക്രം പറയും, അവൾ എന്റെ ഭാര്യയാ. ഇതിങ്ങനെ തുറന്നടിച്ച് പറയുമ്പോ രാധയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്ന ഭാഗം വീട്ടിലെത്തുന്ന വിക്രം വേദ വീണപ്പോഴാണല്ലോ വേദ എടുത്ത് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. കാല് ഉളുക്കിയിട്ടുണ്ട്. കാലില് തൈലിട്ട് തിരുമ്മി കൊടുക്കാണ്. പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് റൂമിലേക്ക് വരുന്ന അമ്മ ഈ കാഴ്ച കണ്ട് ഞെട്ടുന്നുണ്ട്. അമ്മയ്ക്കുന്ന സന്തോഷവും ഉണ്ട് കേട്ടോ. കാരണം വിക്രം വേദയുടെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതം പോലെയാ തോന്നുന്നത്. ശേഷം പിന്നീട് മാഷിന് എന്തോ ഭക്ഷണം കഴിച്ച് തരിപ്പിൽ പോകുമ്പോ അത് വേദ ഇങ്ങനെ വന്ന് തലയൊക്കെ തട്ടിക്കൊടുത്ത് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരെ തമ്മില്, അതായത് രണ്ടുപേരുടെയും വീട്ടുകാരെ തമ്മില് കൂടുതൽ അടുപ്പിക്കാനായിട്ട് അച്ഛമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില പൂജകളും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വേദയുടെ അച്ഛനുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടാവണം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അച്ഛമ്മയായിരിക്കും ഇവരെ ഒന്നാക്കുന്നത്. ഇതൊന്നും വേദ അറിഞ്ഞിട്ടില്ല. പിന്നീട് കാണിക്കുന്ന ഒരു ഭാഗം ശങ്കരൻ നാരായണന്റെ വീട്ടിലേക്ക് വേദനെയും വിക്രത്തെയും അവരുടെ ഫാമിലി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം വേദയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്ത് വേദയെയും വിക്രമിനെയും സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. ഒരുപക്ഷെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ശങ്കരനാരായണൻ വിക്രത്തെ മരുമകനായി അംഗീകരിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്കിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ പ്രൊമോ റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തുക. താങ്ക് യു.